ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഗാർലിക് ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണിത്. തേങ്ങ ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇഡലിക്കും ദോശയ്ക്കും ചോറിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. ആദ്യം നമുക്ക് വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുക്കുക. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 50 എണ്ണം എടുക്കാം. ഞാനിപ്പോൾ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 25 എണ്ണം എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് എരിവിന് വേണ്ടിയിട്ട് മുളക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തണ്ട് മാറ്റിയിട്ടാണ് ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റും കിട്ടും, എരിവും കുറവായിരിക്കും. സാധാ മുളകാണ് ചേർക്കുന്നതെങ്കിൽ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. 4 എണ്ണമൊക്കെ മതിയാവും. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഈ സമയത്ത് ചേർക്കണ്ട. നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റി എടുത്തതിന് ശേഷം ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലോട്ട് തേങ്ങയൊന്നും ചേർക്കുന്നില്ല. ഒരു മീഡിയം സൈസ് സവാളയുടെ അരമുറി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ നെല്ലിക്കയുടെ 1/4 ഭാഗം വലുപ്പത്തിൽ ഞാൻ പുളി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പുളി നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം കേട്ടോ ചേർക്കാൻ. ചില വാളംപുളിക്ക് നല്ല പുളി കാണും, അങ്ങനെയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. അപ്പം നിങ്ങൾ ഈ സമയത്ത് തന്നെ പുളി ചേർക്കണമെന്നില്ല. ലാസ്റ്റ് നമ്മൾ ചട്നിയൊക്കെ അരച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർക്കും കേട്ടോ. ആ സമയത്ത് ആ വെള്ളത്തിൽ പുളി പിഴിഞ്ഞ് ചേർത്താൽ മതി. അപ്പം നമുക്ക് പുളി കൂടി പോകുമെന്നുള്ള പ്രശ്നമൊന്നും വരില്ല. ഈ സമയത്ത് ചേർക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് അളവിന് തന്നെ ചേർക്കണം. പുളി കൂടിപ്പോയാലും ചട്നിക്ക് ടേസ്റ്റ് കാണില്ല. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. സവാളയുടെ നിറം മാറി വന്നിട്ടുണ്ട്, വെളുത്തുള്ളിയും വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് തവി കൊണ്ടൊന്ന് ഉടച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾ മുളകിന് പകരം കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ തീ ഓഫ് ചെയ്ത ഉടൻ തന്നെ ഈ ചൂടിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ചേർക്കുക കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ചൂടെണ്ണയിലോട്ട് ചേർക്കുമ്പോൾ പൊടിയുടെ പച്ചമണവും മാറിക്കിട്ടും. ഒന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ അരിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ മാത്രം 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കിയെടുക്കുക. ഇതിലോട്ട് 1 ടീസ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരണം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉഴുന്നുപരിപ്പ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഉഴുന്നുപരിപ്പ് ബ്രൗൺ നിറമായി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലോട്ട് 2 നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ കലക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടിപ്പോവരുത്. ഞാനിതിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പുളി നേരത്തെ നമ്മൾ ചേർത്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് വെള്ളത്തിനോടൊപ്പം പിഴിഞ്ഞ് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാൻ പറ്റും. ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ദോശയ്ക്കും ഇഡലിക്കും ചോറിനൊക്കെ ഇത് നല്ല കോമ്പിനേഷനാണ്. ദോശയ്ക്കും ഇഡലിക്കും വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ മധുരം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. 2 ടീസ്പൂൺ മുതൽ 3 ടീസ്പൂൺ വരെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്താലും കുഴപ്പമില്ല. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്തുക. കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുക. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് മധുരവും പുളിയും എരിവും ഒക്കെ ഉള്ള ചട്നി ആയിരിക്കും. അപ്പോൾ അതാണ് എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ചോറിനാണെങ്കിൽ അധികം മധുരമൊന്നും ചേർക്കേണ്ട, ഇങ്ങനെ തന്നെ മതിയാവും. പിന്നെ ചിലർക്ക് മധുരമുള്ള കറികളോടും താല്പര്യം കുറവായിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിലും മധുരം ചേർക്കണ്ട. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ചട്നി ഒന്ന് കുറുകി വേണം ഇരിക്കാൻ, വെള്ളം പോലെ അല്ല ഇരിക്കാൻ. ഗസ്റ്റൊക്കെ ഉള്ളപ്പം ദോശയ്ക്ക് 2-3 കറിയൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോഴേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗാർലിക് ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.